തിരുവനന്തപുരം പിടിക്കുക എന്നുള്ളത് വലിയ അജണ്ടയായി ബി.ജെ.പി മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏത് നിലയിലുള്ള ഇടപെടൽ നടത്താനും അവർ മടിച്ചില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ കണ്ടതുമാണ്. കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഭരണത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴും കേവല ഭൂരിപക്ഷം തൊടാൻ, ആ സംഖ്യ തൊടാൻ ബി.ജെ.പിക്ക് ആയിട്ടില്ല, ഇന്ത്യക്ക് ആയിട്ടില്ല എന്നതുകൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ട്? അസിത, ഈ വിഷയത്തിൽ നിലവിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് എങ്കിൽ പോലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നിലവിൽ ബി.ജെ.പിക്ക് കൈവന്നിട്ടില്ല എന്നുള്ളതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. ആ സ്വതന്ത്രന്മാരെ ഏതെങ്കിലും നിലയിൽ അവരെ സ്വാധീനിച്ച് അവരെ കൂടെ നിർത്താനുള്ള ഒരു ഇടപെടലായിരിക്കും ബി.ജെ.പി നടത്തുക. ആ നിലയിലുള്ള ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ വിശ്വാസത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് വോട്ട് പിടിച്ച് ആ നിലയിലേക്ക് വലിയ പ്രചരണം കൊണ്ടുവന്ന് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആ നിലയിൽ വർഗീയപരമായി തന്നെ ആ ഒരു പ്രചരണം മുന്നോട്ട് കൊണ്ടുപോയാണ് ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നിപ്പോൾ ഈ ആഘോഷ പ്രകടനങ്ങളിൽ, വിജയാഹ്ലാദ പ്രകടനങ്ങളിൽ ഉൾപ്പെടെ ബി.ജെ.പി സ്ഥാനാർത്ഥികൾ വിജയിച്ച് വന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ശരണം വിളികളൊക്കെ ആയിട്ടാണ്, മുദ്രാവാക്യം വിളികൾക്ക് പകരം ശരണം വിളികളാണ് അവിടെ നിറഞ്ഞു നിന്നിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. രാഷ്ട്രീയത്തെ ആ നിലയിൽ മതവുമായി വിശ്വാസവുമായി ഒക്കെ കൂട്ടിക്കലർത്തിയ ആളുകളെ ഒപ്പം നിർത്താനുള്ള ഒരു ഇടപെടലാണ് ബി.ജെ.പി നേരത്തെ തന്നെ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അല്പമെങ്കിലും മുന്നോട്ട് പോകാൻ, ആ നിലയിൽ ജനങ്ങളെ കൂടെ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ബി.ജെ.പി നിലവിൽ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും നിലവിലിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷത്തിലേക്ക് എൻ.ഡി.എക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും ഈ സ്വതന്ത്രന്മാരെ കൂടെ നിർത്താനുള്ള ഇടപെടലാണ് നടത്തുന്നത്. അതിനാവശ്യമായ ഇടപെടൽ നിലവിൽ തന്നെ ബി.ജെ.പി നേതാക്കളുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.